ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പഠിച്ച കാര്യങ്ങൾ എങ്ങനെ കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച്. നമ്മൾ മണിക്കൂറുകളോളം പഠിക്കുന്നു, പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ പലതും മറന്നുപോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനുള്ള ശാസ്ത്രീയമായ പരിഹാരങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പഠിക്കുക എന്ന് പറയുന്നത് വെറുതെ പുസ്തകത്തിലെ അക്ഷരങ്ങൾ തലയിലേക്ക് നിറയ്ക്കുന്നതല്ല, മറിച്ച് വിവരങ്ങളെ കൃത്യമായി ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ തലച്ചോറിന് ഒരു പരിധിയുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ മറക്കുന്നത്? ഹെർമൻ എബിംഗ്ഹോസ് എന്ന മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഫോർഗെറ്റിംഗ് കർവ് എന്ന പ്രകാരം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 80% മറന്നുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തലച്ചോറ് എല്ലാ വിവരങ്ങളും സൂക്ഷിച്ചു വെക്കുന്നില്ല. അതിനാൽ ഒരു കാര്യം മറക്കാതിരിക്കാൻ നമ്മൾ ആ വിവരത്തെ പ്രത്യേകമായ ഒന്നാണ് എന്ന് തലച്ചോറിനെ ബോധ്യപ്പെടുത്തണം. അതിനായി നമ്മൾ പഠനരീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. വിജയകരമായ പഠനത്തിനുള്ള 5 വഴികൾ നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, പഠനം എന്ന് പറയുന്നത് വെറും വായനയല്ല, അത് തലച്ചോറുമായി നടത്തുന്ന ഒരു സംവാദമാണ്. ബോറടിക്കാതെ എന്നാൽ കാര്യക്ഷമമായി പഠിക്കാൻ നമുക്ക് ഈ 5 തന്ത്രങ്ങൾ പരീക്ഷിക്കാം. നമ്പർ 1, ആക്റ്റീവ് റീകോൾ. പഠിച്ചതൊന്ന് പരീക്ഷിക്കാം. പലരും പുസ്തകം വായിക്കുമ്പോൾ തോന്നും എല്ലാം മനസ്സിലായെന്ന്. ഇത് വെറും മിഥ്യാധാരണയാണ്. വായന കഴിഞ്ഞാൽ ഉടൻ പുസ്തകം അടയ്ക്കുക, എന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുക: ഞാനിപ്പോൾ വായിച്ചതിൻ്റെ കാതൽ എന്താണ്? വായിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചിന്തിക്കാൻ ചിലവഴിക്കുക. തലച്ചോറിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ആഴത്തിൽ പതിയും. നമ്പർ 2, സ്പേസ്ഡ് റെപ്പറ്റീഷൻ. കൃത്യമായ ഇടവേളകൾ. എല്ലാ ദിവസവും ഒരേ കാര്യം പഠിക്കുന്നതിനേക്കാൾ നല്ലത് പഠിച്ച കാര്യം കൃത്യമായ ഗ്യാപ്പിൽ റിവിഷൻ ചെയ്യുന്നതാണ്. ആദ്യ റിവിഷൻ 24 മണിക്കൂറിനുള്ളിൽ, രണ്ടാം റിവിഷൻ 3 ദിവസത്തിന് ശേഷം, മൂന്നാം റിവിഷൻ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കാര്യം മറക്കാൻ തലച്ചോറിന് കഴിയില്ല. ഇതൊരു ആവർത്തന പ്രക്രിയയല്ല, മറിച്ച് അറിവിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു കോട്ടകെട്ടലാണ്. നമ്പർ 3, ദ ഫെയ്ൻമാൻ ടെക്നിക്. ഏറ്റവും സങ്കീർണമായ കാര്യം പോലും 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമാക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു കാര്യം വിശദീകരിക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് തടയുന്നത്, അവിടെയാണ് നിങ്ങളുടെ അറിവ് അപൂർണമായിട്ടുള്ളത്. ആ ഭാഗം വീണ്ടും പഠിക്കുക. പഠിക്കാൻ ഏറ്റവും നല്ല വഴി മറ്റൊരാളെ പഠിപ്പിക്കുക എന്നതാണ്. നമ്പർ 4, ഇന്റർലീവിംഗ്. വിഷയങ്ങൾ കലർത്തുക. മണിക്കൂറുകളോളം ഒരേ വിഷയം മാത്രം പഠിച്ചാൽ തലച്ചോറിന് മടുപ്പ് അനുഭവപ്പെടും. ഇതിനെ ന്യൂറൽ ഫാറ്റിക് എന്ന് പറയാം. പകരം വിഷയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. 45 മിനിറ്റ് കണക്ക്, പിന്നെ ഒരു ബ്രേക്ക്, ശേഷം കുറച്ച് ചരിത്രം. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്താരീതികൾ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത 10 മടങ്ങ് വർദ്ധിക്കുന്നു. നമ്പർ 5, വിഷ്വൽ ലേണിംഗ്. മൈൻഡ് മാപ്സ് ചിത്രീകരണം. വാക്കുകളേക്കാൾ വേഗത്തിൽ ചിത്രങ്ങളെ ഓർമ്മിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയും. ഒരു പാഠഭാഗം വായിച്ച് അതിനെ വലിയ കുറിപ്പുകളായി എഴുതുന്നതിന് പകരം പേപ്പറിന്റെ നടുവിൽ പ്രധാന ആശയം എഴുതി അതിൽ നിന്ന് രേഖകളായി ഉപവിഷയങ്ങൾ വരയ്ക്കുക. വർണ്ണാഭമായ പേനകൾ ഉപയോഗിക്കുന്ന തലച്ചോറിന് കൂടുതൽ താല്പര്യം ഉണ്ടാക്കും. ഒരു സ്വർണ്ണ നിയമം, 50/10 നിയമം. തുടർച്ചയായി പഠിക്കരുത്. 50 മിനിറ്റ് കഠിനമായി പഠിക്കുക, ശേഷം 10 മിനിറ്റ് പൂർണ്ണമായ വിശ്രമം. ഈ 10 മിനിറ്റിൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കരുത്. കണ്ണടച്ചിരിക്കുകയോ അല്പം നടക്കുകയോ ചെയ്യുക. ഈ ഇടവേളകളാണ് തലച്ചോറിന് വിവരങ്ങൾ ക്രമീകരിക്കാനുള്ള സമയം നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചാലും പലപ്പോഴും നമ്മുടെ പഠനയാത്രയിൽ നമ്മൾ പരാജയപ്പെടാറുണ്ട്. അറിവുണ്ടായിട്ടും തന്ത്രങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പിന്നോട്ട് പോകുന്നു? അവിടെയാണ് മോട്ടിവേഷൻ എന്ന കെണിയിൽ നമ്മൾ വീണുപോകുന്നത്. കേവലം മോട്ടിവേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് നമ്മുടെ പഠന രീതിയെയും ചുറ്റുപാടിനെയും കൂടി നമ്മൾ പുനർവചിക്കേണ്ടതുണ്ട്. പഠനം എന്നത് കേവലം ബുക്കിലേക്ക് നോക്കിയിരിക്കലല്ല, അത് പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കലയാണ്. അതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ നിർണായകമായ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, എൻവിറോൺമെന്റ് ഡിസൈൻ. പഠിക്കാനിരിക്കുന്ന സ്ഥലം വെറും ഒരു ടേബിൾ മാത്രമല്ല, അതൊരു ഫോക്കസ് സോൺ ആകണം. ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ പഠന സമയത്ത് ഓഫ് ചെയ്യുകയോ ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുകയോ ചെയ്യുക. അനാവശ്യ പുസ്തകങ്ങൾ മാറ്റി ആ സമയത്ത് പഠിക്കേണ്ടത് മാത്രം മുന്നിൽ വെക്കുക. ഇത് തലച്ചോറിന് ഇപ്പോൾ പഠിക്കാൻ സമയമായി എന്ന സിഗ്നൽ നൽകുന്നു. നമ്പർ 2, ഡീപ്പ് വർക്ക്. പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീപ്പ് വർക്കാണ്. അതായത് ഒട്ടും തടസ്സമില്ലാതെ ഫോണും സോഷ്യൽ മീഡിയയും നോക്കാതെ 60 to 90 മിനിറ്റ് പൂർണ്ണമായ ശ്രദ്ധയോടെ പഠിക്കുക. നമ്പർ 3, പാരിറ്റോ തത്വം.
ഏത് വിഷയത്തിലും 80% ചോദ്യങ്ങളും വരുന്നത് 20% പ്രധാനപ്പെട്ട ആശയങ്ങളിൽ നിന്നാണ്. മുഴുവൻ പുസ്തകവും മനഃപ്പാഠമാക്കുന്നതിന് പകരം സിലബസ് വിശകലനം ചെയ്ത് ഏത് ഭാഗമാണ് പരീക്ഷയ്ക്ക് കൂടുതൽ വരുന്നത് എന്ന് കണ്ടെത്തുക. ആ 20% കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്പർ 4, മെറ്റാ ലേണിംഗ്. എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന രീതി ശരിയാണോ എന്ന് ഇടയ്ക്കിടെ സ്വയം വിലയിരുത്തുക. ഒരു പാഠം പഠിച്ച ശേഷം നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് ഒരു ഡയറിയിൽ എഴുതുക. ഓരോ ആഴ്ചയും നിങ്ങളുടെ പ്രോഗ്രസ് പരിശോധിക്കുക. നമ്പർ 5, സോഷ്യൽ ലേണിംഗ്. തനിയെ പഠിക്കുന്നതിനേക്കാൾ ഗുണം പലപ്പോഴും കൂട്ടുകാരോട് ചേർന്ന് പഠിക്കുമ്പോൾ ലഭിക്കും. പഠിച്ച കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും. തർക്കിച്ചും ചർച്ച ചെയ്തും പഠിക്കുന്നത് വലിയ അറിവ് നൽകും. നമ്പർ 6, പ്ലാനിംഗ്. നാളെ എന്താണ് പഠിക്കേണ്ടത് എന്ന് ഇന്നേ ദിവസം രാത്രി തീരുമാനിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് ആലോചിച്ച് സമയം കളയരുത്. ഈ ചെറിയ മുൻകരുതൽ രാവിലെ തന്നെ ഉന്മേഷത്തോടെ പഠനം തുടങ്ങാൻ സഹായിക്കും. അടുത്തതായി പഠനത്തിൻ്റെ അടിത്തറ, ശാരീരികവും മാനസികവുമായ ആരോഗ്യം. നമ്മൾ പലപ്പോഴും പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകുകയും അതിനായി പ്രവർത്തിക്കുന്ന നമ്മുടെ തലച്ചോറിനെ അവഗണിക്കുകയും ചെയ്യാറുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് നല്ല ഹാർഡ്വെയർ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഒരു വിദ്യാർത്ഥിക്ക് ആരോഗ്യമായ ശരീരത്തിനും മനസ്സിനും. നമ്പർ 1, സ്ലീപ്പിംഗ്. വിവരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ. പഠനം എന്നാൽ കേവലം വിവരങ്ങൾ തലയിലേക്ക് നിറയ്ക്കലല്ല, മറിച്ച് അവയെ ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കലാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറ് വിശ്രമിക്കുകയല്ല, മറിച്ച് അന്ന് പഠിച്ച കാര്യങ്ങളെ ഹിപ്പോ ക്യാമ്പസിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റി അവിടെ തരംതിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. മതിയായ ഉറക്കം ലഭിക്കാത്തപ്പോൾ ഈ പ്രക്രിയ മുടങ്ങുന്നു. തൽഫലമായി പിറ്റേന്ന് രാവിലെ തലേ ദിവസം പഠിച്ചത് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമാണ്. നമ്പർ 2, ഹൈഡ്രേഷൻ. തലച്ചോറിൻ്റെ ഏകദേശം 75% വെള്ളമാണ്. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി, ചിന്താശേഷി എന്നിവ പെട്ടെന്ന് കുറയുന്നു. ഇടയ്ക്കിടെ അല്പമായി വെള്ളം കുടിക്കുന്നത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. നമ്പർ 3, പോഷകാഹാരം. തലച്ചോറിൻ്റെ മികച്ച പ്രവർത്തനത്തിന് ബ്രെയിൻ ഫുഡ് അത്യാവശ്യമാണ്. omega-3 ഫാറ്റി ആസിഡ്, വാൽനട്ട്, ഫ്ലാക്സീഡ്, മത്സ്യം എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ബെറികൾ, ഇലക്കറികൾ എന്നിവ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. നമ്പർ 4, സ്റ്റോപ്പ് ഷുഗർ. അമിതമായ മധുരം പെട്ടെന്ന് ഉന്മേഷം നൽകുമെങ്കിലും പിന്നീട് അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നു. അതിനാൽ പഴങ്ങളും നട്ട്സും ലഘുഭക്ഷണമായി തിരഞ്ഞെടുക്കുക. നമ്പർ 5, ശാരീരിക വ്യായാമവും മാനസിക സമ്മർദ്ദവും. ദിവസവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ലഘുവായ വ്യായാമം ചെയ്യുകയോ നടക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലേക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും പഠനത്തിന് സഹായിക്കുന്ന BDNF, ബ്രെയിൻ ഡെറീവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ നമ്മെ സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങളോ പരിശീലിക്കുന്നത് പരീക്ഷാ ഹാളിലെ ഭയം ഇല്ലാതാക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, അവസാനമായി ഒന്നു മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അറിവ് എന്നത് വെറും പുസ്തകത്താളുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ രൂപപ്പെടുത്തുന്ന വലിയൊരു ശക്തിയാണ്. നിങ്ങൾ ഇന്നിവിടെ കേട്ട കാര്യങ്ങൾ കേവലം അറിവായി മാത്രം കാണരുത്, മറിച്ച് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടിയായി ഇതിനെ കാണുക. പഠനം എന്നത് അസാധ്യമായ ഒന്നല്ല, മറിച്ച് ശരിയായ രീതിയിൽ സമീപിച്ചാൽ ഏറ്റവും അസാധ്യകരമായ ഒരു യാത്രയാണ്. തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങൾ തോന്നിയേക്കാം, പക്ഷേ സ്ഥിരതയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ ദൂരെയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. നിങ്ങളുടെ ഈ അറിവിൻ്റെ യാത്രയിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവട് കൂടി അടുക്കാൻ ഈ സെക്ഷൻ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഇത്രയും സമയം വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഈ കാര്യങ്ങൾ കേട്ടിരുന്നതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ പഠനയാത്രയിൽ മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.